ഞാൻ ഇതൊരു ആനിമി ഇതിൻ്റെ പൈലറ്റ് എപ്പിസോഡ് മുതലോ അല്ലെങ്കിൽ പ്രീമിയർ മുതലോ കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആനിമി ഞാനതിൻ്റെ തുടക്കം മുതലേ കണ്ടു തുടങ്ങാൻ പോകുന്നു എന്നൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ചെയിൻസോ മാൻ എന്ന ആനിമി കാണുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിനെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇതിൻ്റെ പൈലറ്റ് എപ്പിസോഡ് എന്ന് പറയാം. ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ ഒരു പൈലറ്റ് എപ്പിസോഡ് പുറത്തിറങ്ങിയത്. ചെയിൻസോ മാൻ എന്നത് മാംഗയിലുള്ള അല്ലെങ്കിൽ മാംഗ വായിച്ചവരും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് അവരൊക്കെ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായ ഒരു ആനിമിയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനിമി പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു ഡാർക്ക് ഫാൻറ്റസി ജോണറാണ് ഈ സീരീസ് ഫോളോ ചെയ്യുന്നത്. ആനിമിയിൽ പ്രധാനപ്പെട്ട ഡെഞ്ചി എന്നൊരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടോഗണിസ്റ്റ് ക്യാരക്ടർ, ആ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആരാണ്, എന്താണ് അദ്ദേഹത്തെ ഇപ്പോൾ ഉള്ള ഒരു വേൾഡ് എന്താണ്, അദ്ദേഹം എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ ആയിരുന്നു ഇതിൻ്റെ പൈലറ്റ് എപ്പിസോഡ് ചർച്ച ചെയ്തത്. സാധാരണ നമ്മൾ കാണുന്ന ക്ലീശ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആനിമിയുടെ തുടക്കത്തിൽ ഒരു കമ്മിങ് ഓഫ് ഏജ് എന്നുള്ള രീതിയിലൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ വേൾഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ നമ്മൾ സ്ഥിരം കേട്ട് പതിഞ്ഞ ആ ഒരു മോഡലല്ല ഇതിൻ്റെ ഒരു പൈലറ്റ് ഒരു സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായ കാര്യങ്ങളിലൊന്ന്. ഇത് ആ ഒരു പൈലറ്റിൽ തന്നെ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളുണ്ട്. ആ ഒരു ക്യാരക്ടർ ആരാണ് പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ആ ഒരു വേൾഡ് എവിടെയാണെന്നും കൂടി പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു വേൾഡ് ബിൽഡിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എൻ പോർഷനിലേക്ക് വെച്ച്, കൂടാതെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി അടക്കം വളരെ മൈന്യൂട്ടായിട്ടുള്ള ടൈമിൽ ഒട്ടും നമുക്ക് ഇപ്പോൾ കണ്ടത് അതിൻ്റെ ബാക്ക് സ്റ്റോറി ആയിരുന്നു എന്ന് ചില നേരത്ത് അല്ലെങ്കിൽ ആ ഒരു ഷോട്ട് മാറുമ്പോഴായിരുന്നു മനസ്സിലായത്. ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സാധനം ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ആനിമേഷൻ ക്വാളിറ്റിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, മാപ്പയാണ് അടിപൊളിയായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത്. രണ്ട് ടൈപ്പിൽ എനിക്കായിട്ട് തോന്നി. ഒരു സ്റ്റോപ്പ് മോഷൻ രീതിയിലും കാണിക്കുന്നുണ്ട് ചില സമയത്തൊക്കെ, ബാക്കിയുള്ള സമയത്തൊക്കെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ഫൈനൽ സീസണൊക്കെ കണ്ട് അതേപോലെ തന്നെ ഉള്ള ആനിമേഷൻ ക്വാളിറ്റി തന്നെയാണ് ഇതിന് ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു ആക്ഷൻ സീക്വൻസുകളൊക്കെ എത്തുന്ന സമയത്ത് മുന്നേ ലെവൽ അങ്ങനെ മാറി അതിൻ്റെ ആ ഒരു മ്യൂസിക്കും ഓവറോൾ ടോണും അതിൻ്റെ ആ ഒരു ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കിടിലും. ഈ ചെയിൻസോ മാനിലെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു എന്താവുന്നൊരു തോന്നലുണ്ടായിരുന്നത് ഈ ചെയിൻസോയുടെ സൗണ്ട് എനിക്കത് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. ഞാൻ ഈ ഹാലോവിൻ എൻസോ അങ്ങനെ അല്ലെങ്കിൽ ടെക്സാസ് ചെയിൻസോ മോട്ടറൊന്നും കണ്ടിട്ടില്ല. ഈ കാരണം കൊണ്ട് എന്തോ എനിക്കത് പറ്റില്ല. ചിലവർക്ക് ഈ ചോക്കിൻ്റെ സൗണ്ട് ഇഷ്ടമല്ലാത്ത പോലെയാണ് എനിക്ക് ചെയിൻസോയുടെ സൗണ്ട് അധികം കേൾക്കുന്നതും ഇഷ്ടമല്ല. അപ്പോൾ ചെയിൻസോ മാൻ എന്ന ഈ ഒരു സീരീസിൽ ഇതന്നെ ആയിരിക്കും എന്നായിരുന്നു ഉറപ്പ്. അത് വരുന്ന ടൈമിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇപ്പം ഞാൻ ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റ് ഊരുന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, എന്തോ ഒരു മാജിക് അതിലും അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സൗണ്ട് ഡിസൈനൊക്കെ പ്രോപ്പറായിട്ട് നമുക്കൊന്നും വെറുപ്പിക്കാത്ത രീതിയിൽ കിടിലിനായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതിന് കൂടെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം ബ്ലെൻഡ് ചെയ്തിരുന്നു പോവും. കിടിലിനായിട്ടാണ് ആക്ഷൻ സീക്വൻസുകൾ ചെയ്തു വെച്ചിട്ടുള്ളത്. കൂടാതെ ആ ഒരു ക്യാരക്ടറിനോട് ഇപ്പോൾ തന്നെ അടുക്കാനൊക്കെ തോന്നും. ആ ഒരു ക്യാരക്ടറിൻ്റെ കൂടെയുള്ള ആ ഒരു പെറ്റ്, ആ ഒരു ചെറിയ ഡെവിൾ, അത് എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിനകത്തേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ടൈമിൽ എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ സ്ട്രക്ചറിങ് അടിപൊളിയാണ്. ഇനി അങ്ങോട്ട് എന്നുള്ള ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഒരു ക്ലീശ മോഡലൊന്നും പോവാതെ ഈ ഒരു ക്വാളിറ്റിയിൽ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ കിടിലിനായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറിങ് അനുസരിച്ച് വലിയ പുതുമയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി ഒരു അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി വേൾഡിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ഫുൾ ഓഫ് ഡെവിൾസ്, ഇപ്പോൾ നമ്മൾ ജുജുട്സു കൈസ കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഡീമോൺ സ്ലെയർ കാണുന്ന പോലെയൊക്കെ തന്നെയുള്ള പ്ലോട്ട് തന്നെയാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് ഈ ഒരു ക്യാരക്ടർ അവസാനം എത്തിപ്പെടുന്നു. പിന്നെ ഇങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇനി കാണിക്കാൻ പോകുന്നത്. പക്ഷേ എന്തോ ഇതിൻ്റെ പൈലറ്റ് എപ്പിസോഡ് കിടിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡിനായിട്ട്. അപ്പോൾ ചെയിൻസോ മാൻ എന്നൊരു ആനിമി ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്രീമിയർ മുതൽ കാണുന്നതാണ്. അപ്പോൾ ഇതുവരെ ആനിമി കാണാത്തവർക്ക് കൂടി തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു ആനിമയായിട്ടാണ് എനിക്കിതിൻ്റെ തോന്നിയത്. കാരണം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ആനിമി പാറ്റേൺ അല്ല, നല്ല ക്വാളിറ്റിയുള്ള ആനിമേഷനും നല്ല കഥയും നല്ല കഥാപാത്രങ്ങളും ഒരുപാട് വയലൻസ് എന്ന് പറഞ്ഞാൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം 18+ കണ്ടന്റ് കൂടിയാണ് ഈ ഒരു ആനിമയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നല്ല അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ആനിമയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആനിമി ഇതുവരെ കണ്ടു തുടങ്ങാത്തവർക്കും തുടങ്ങാം ഇപ്പോൾ തൊട്ട്. ഈ ഓരോ എപ്പിസോഡും ഓരോ ആഴ്ചയിലൊക്കെ കണ്ടു തുടങ്ങിയാൽ ഗംഭീരമായിരിക്കും. അപ്പോൾ ചെയിൻസോ മാൻ എന്ന ഈ ഒരു ആനിമി നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ ഒരു ആനിമയെ പറ്റിയുള്ള ഇതിൻ്റെ പൈലറ്റ് എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഇത് എവിടെ നിന്ന് കണ്ടു എന്ന് ചോദിക്കരുത്, നമുക്കറിയാം എവിടെ നിന്ന് കാണണം എന്നുള്ളത്. ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.